കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോണിഡുവിന്റെ മറ്റൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം നമുക്ക് ചിന്തിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. പ്രത്യേകിച്ച് നമ്മൾ എഫേസ്യർ ലേഖനം 4-ാം അധ്യായത്തിൽ നിന്നുമാണ് ഈ ദിവസങ്ങൾ ധ്യാനിക്കുന്നത്. നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ എപ്രകാരം ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം, ദൈവത്തിന്റെ ഹിതപ്രകാരം നമുക്ക് ജീവിക്കുവാൻ സാധിക്കുമെന്നുള്ള ഒരു വിശാലമായ ചിന്തയെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ആത്മീയ ചിന്തകളാണ് നമ്മൾ വളരെ അധികം ദിവസങ്ങളായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ കർത്താവ് യേശുക്രിസ്തുവിലേക്ക് കടന്നു വന്നു കഴിയുമ്പോൾ ദൈവം നമ്മെ സഭ എന്നുള്ള ആ ഒരു സംവിധാനത്തിലേക്ക് ദൈവം നമ്മെ മാറ്റുകയാണ്. കർത്താവ് യേശുക്രിസ്തു മൂലം നമ്മൾ രക്ഷിക്കപ്പെട്ട് കർത്താവ് യേശുക്രിസ്തുവിനെ നമ്മൾ ജലത്തിൽ സാക്ഷീകരിച്ച ശേഷം നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിനോട് ചേരുന്നവരായ നാം സഭയിലേക്കാണ് കടന്നു വരുന്നത്. സഭ മുഖാന്തരമാണ് ദൈവത്തിന്റെ ആ വലിയ ആത്മീയ നന്മകൾ നമുക്ക് വെളിപ്പെട്ടു വരുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും തന്നെ ദൈവം സ്ഥാപിച്ചതായ ദൈവത്തിന്റെ ആ സഭയിൽ നിന്നും നമ്മൾ മാറി നിൽക്കരുത് എന്നുള്ള കാര്യം വളരെ വ്യക്തമായി ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. എന്താണ് ദൈവത്തിന്റെ സഭ എന്നുള്ളത് വിശുദ്ധ വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കർത്താവ് യേശുക്രിസ്തുവിനെ വിശ്വസിച്ച് രക്ഷകനും കർത്താവും ദൈവമായി സ്വീകരിച്ചവരായ ആളുകളുടെ കൂട്ടമാണ് ദൈവത്തിന്റെ സഭ. ആ സഭ എപ്പോഴും ദൈവത്തിന്റെ വചനത്തെ അവർ അനുസരിക്കുകയും അതിൻ പ്രകാരം മുന്നോട്ട് പോവുകയും ചെയ്യും. അതുകൊണ്ട് രക്ഷിക്കപ്പെടുന്നവരായ ആളുകൾ, അതായത് പാപത്തിന്റെ ആ പിടിയിൽ നിന്നും രക്ഷ പ്രാപിച്ച് കർത്താവ് യേശുക്രിസ്തു മൂലമുള്ള ആ രക്ഷയുടെ അനുഭവം പ്രാപിച്ച് ദൈവവചന പ്രകാരം ആയിരിക്കുന്ന ഏതൊരു വ്യക്തിയും ദൈവസഭയുടെ ഭാഗമാണ്. എപ്പോഴും ദൈവസഭ എന്നുള്ളതായ ആ ഒരു ചിന്തയിൽ നമ്മൾ ആയിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ദൈവസഭ എന്ന് പറയുമ്പോൾ പല സ്വഭാവമുള്ള ആളുകൾ സഭയിലുണ്ടാകാം. പക്ഷേ ദൈവത്തിന്റെ വചനത്തിലൂടെ ദൈവത്തിന്റെ ദാസന്മാർ അഥവാ ദൈവസഭയിൽ ദൈവം ശുശ്രൂഷയ്ക്കായി ഏൽപ്പിച്ചിരിക്കുന്ന ആളുകൾ നമ്മെ ദൈവവചനത്തിലൂടെ വഴി നടത്തുകയും നമ്മുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളോ നമ്മുടെ ജീവിതത്തിൽ മുന്നേറുവാൻ കഴിയാത്തതായ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആ ഡയറക്ഷനിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ദൈവസഭയെക്കുറിച്ചുള്ള ദൈവത്തിന്റെ വലിയ ഉദ്ദേശം എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിക്കുന്നത് അതുതന്നെയാണല്ലോ. ദൈവസഭയ്ക്ക് ദൈവം കൊടുത്തതായ ആത്മീക വരങ്ങളെ കുറിച്ച്. ദൈവസഭയുടെ ആത്മീക വരങ്ങൾ എന്ന് പറയുമ്പോൾ ആ വരങ്ങൾ ദൈവസഭയിലുള്ള ആളുകൾക്കാണ് ദൈവം കൊടുക്കുന്നത്, പ്രത്യേകിച്ച് ആത്മീകമായ നേതൃത്വത്തിന്. ഇത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. അതുകൊണ്ടാണ് ആത്മീയമായ നേതൃത്വങ്ങൾ, ദൈവസഭയിലുള്ള ആത്മീയമായ നേതൃത്വങ്ങൾ അപ്പോസ്തലന്മാർ ചെയ്തതുപോലെ അവർ വചന ശുശ്രൂഷയിലും പ്രാർത്ഥനയിലും ഉറ്റിരിക്കണം എന്നുള്ളത്. ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ അടുത്ത ദിവസങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതാണ്. ഇന്ന് പല ആളുകളും ദൈവസഭ എന്നുള്ള വിഷയത്തിൽ അവർക്ക് വേണ്ടതായ അറിവില്ല, പരിജ്ഞാനമില്ല. പലപ്പോഴും സഭ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു പള്ളിയോ ഒരു കെട്ടിടമോ ഏതെങ്കിലും ശുശ്രൂഷകൾ കാണുകയോ വല്ലപ്പോഴും ഒന്ന് പോയി ഏതെങ്കിലും ഒരു ശുശ്രൂഷയുടെ ഭാഗമാകുക എന്നുള്ളതാണ്. പക്ഷെ അങ്ങനല്ല ദൈവസഭയെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവസഭ എപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ദൈവത്തിന്റെ നിർണയങ്ങൾ ദൈവം ഈ കാലഘട്ടത്തിൽ സഭ മുഖാന്തരമായാണ് വെളിപ്പെട്ടു വരുന്നത്. അപ്പോൾ അത് വെളിപ്പെട്ടു വരണമെങ്കിൽ അപ്രകാരം ദൈവത്തോട് വചന ശുശ്രൂഷയിലും പ്രാർത്ഥനയിലും ഉറ്റിരിക്കുന്നതായ സഭയുടെ നേതൃത്വം ഉണ്ടെങ്കിൽ മാത്രമേ അതിന് സാധ്യമാവുകയുള്ളൂ. പലപ്പോഴും ഇന്ന് നമുക്കറിയാം, പല നേതാക്കന്മാരും ഈ വിഷയങ്ങളിൽ നിന്നെല്ലാം തന്നെ വ്യതിചലിച്ച് അവർ അവരുടേതായിട്ടുള്ള സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, അവരുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാറി നിൽക്കുന്നതായ ഒരു സന്ദർഭമാണ്. യേശു യെരൂശലേം ദേവാലയത്തിലേക്ക് കടന്നു വന്ന് ആ ദേവാലയത്തിൽ നടത്തുന്ന പ്രവൃത്തി നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുമെന്ന് ഉച്ചസ്ഥരം ഘോഷിച്ചുകൊണ്ട് കർത്താവ് യേശുക്രിസ്തു ആ ദേവാലയത്തിൽ കടന്നപ്പോൾ, സാധാരണയായിട്ട് ഏതൊരു വ്യക്തിയും ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവൻ പ്രതീക്ഷിക്കുന്നത് ആരാധനയും പ്രാർത്ഥനയും ദൈവത്തോടുള്ള സമർപ്പണവും ദൈവവചനത്തിന്റെ കേൾവിയുമൊക്കെയാണ്. പക്ഷേ അതിനൊന്നും യാതൊരു പ്രാധാന്യം കൊടുക്കാതെ ബിസിനസ്സുകൾ നടക്കുന്നതായ ഒരു സ്ഥാപനമായി അന്നത്തെ യെരൂശലേം ദേവാലയം അധപ്പതിച്ചപ്പോൾ
യേശു ചാട്ടവാറെടുത്ത് അവനെല്ലാത്തിനെയും അടിച്ചു പുറത്താക്കി കളഞ്ഞു. ഇത് ഏത് അധികാരത്തിൽ ചെയ്യുന്നു എന്ന് കർത്താവ് യേശുക്രിസ്തുവിനോട് ചോദിക്കുമ്പോൾ തന്റെ അധികാരത്തെക്കുറിച്ച് കർത്താവ് യേശുക്രിസ്തു വളരെ വ്യക്തമായി സംസാരിക്കുന്നു. ദേവാലയത്തെക്കുറിച്ചുള്ള എരിവ് അവനെ തിന്നു കളഞ്ഞു എന്ന് ദൈവവചനത്തിൽ പറയുമാറ് കർത്താവ് യേശുക്രിസ്തുവിന്റെ ആ സെലസ്, യേശുക്രിസ്തുവിന്റെ ആ പ്രവൃത്തി നമുക്കവിടെ കാണുവാൻ കഴിയും. യെരൂശലേം ദേവാലയത്തെക്കുറിച്ച് അത്രത്തോളം എരിവുള്ളവനായ കർത്താവ് യേശുക്രിസ്തു ഇന്ന് ദൈവസഭയെക്കുറിച്ചും വളരെ എരിവുള്ളവനാണെന്ന് നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് തന്നെയാണ് ദൈവസഭയിൽ ദൈവത്തിന്റെ ആലോചനയില്ലാത്ത, ദൈവഹിതപ്രകാരമല്ലാത്ത യാതൊന്നും ദൈവസഭയിൽ സംഭവിക്കാൻ പാടില്ല. ദൈവസഭയിൽ എപ്പോഴും ആത്മീയമായ കാര്യങ്ങളാണ് സംഭവിക്കേണ്ടതെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മോട് വ്യക്തമായി ഉപദേശിക്കുന്നു. ഇന്ന് ഞാൻ അതുമായി ബന്ധപ്പെട്ട ഒരു ചിന്തയാണ് ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ വാക്യം 11 നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. എഫേസ്യ ലേഖനം 4:11. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. സാധാരണ ഈ ഒരു വാക്യത്തെക്കുറിച്ച് നമ്മൾ പലരും പഠിച്ചതും അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിക്കപ്പെട്ടതും ദൈവസഭയുടെ 5-fold മിനിസ്ട്രി, 5 വിധ ഓഫീസുകൾ അല്ലെങ്കിൽ 5 വിധ ശുശ്രൂഷകൾ എന്നുള്ള അർത്ഥത്തിലാണ്. പക്ഷേ നമ്മൾ നന്നായിട്ട് പഠിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് 5-fold മിനിസ്ട്രി അല്ല, മറിച്ച് ഇതൊരു 4-fold മിനിസ്ട്രിയാണ്. 4 വിധ ശുശ്രൂഷകളാണ്. ഇവിടെ ഇംഗ്ലീഷ് വേർഡിൽ കൊടുത്തിരിക്കുന്ന ഓഫീസസ് എന്നാണ്. ഓഫീസസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കാര്യാലയങ്ങൾ അഥവാ കാര്യനിർവഹണം ചെയ്യുന്ന ഉത്തരവാദിത്തപ്പെട്ട വിഭാഗങ്ങളാണ് ഈ 4 വിധമായ കാര്യങ്ങളും. ഞാൻ നിങ്ങളോട് 5 ഓഫീസുകൾ നല്ല പറയാൻ ആഗ്രഹിക്കുന്നത്, മറിച്ച് 4 വിധ ഓഫീസുകളാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിവിടെ വായിക്കുന്നത് പോലെ ഇവിടെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, അവൻ ചിലരെ അപ്പോസ്തലന്മാരായും. ശ്രദ്ധിക്കണേ, അവൻ ചിലരെ, ഇംഗ്ലീഷ് വേർഡിൽ കൊടുത്തിരിക്കുന്നത് ഹി ഹിംസെൽഫ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. കർത്താവ് താനും ചിലരെ അപ്പോസ്തലന്മാർ. അതായത് കർത്താവായ യേശുക്രിസ്തുവിന്റെ അധികാരത്തിൽപ്പെട്ട കാര്യമാണ് ഈ നിയമനങ്ങളെല്ലാം. അന്നത്തെ നിയമനമാകട്ടെ ഇന്നത്തെ നിയമനമാകട്ടെ, കർത്താവ് യേശുക്രിസ്തുവാണ് ദൈവസഭയിൽ ഈ നേതൃത്വത്തെ ക്രമീകരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ നമ്മൾ വായിക്കുന്നു, അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും സുശേഷകന്മാരായും ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. ഇതിൽ ഈ അവസാനത്തെ 2 ഓഫീസുകൾ, ശുശ്രൂഷകൾ, ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു എന്നുള്ള കാര്യത്തെ നമ്മൾ ഒരു ഓഫീസായിട്ട് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇടയൻ എന്ന് പറയുന്നതിനെ കുറിച്ച് നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിൽ പഠിക്കുമ്പോൾ ദാവീദ് 23-ാം സങ്കീർത്തനത്തിൽ താൻ പാടുന്നുണ്ട്, യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. ദൈവത്തെ ഒരു ഇടയനായി കാണുവാൻ ഈ ദാവീദിന് കഴിഞ്ഞിരുന്നു. അതേസമയം തന്നെ കർത്താവ് യേശുക്രിസ്തു ലൂക്കോസിന്റെ സുവിശേഷത്തിലും യോഹന്നാന്റെ സുവിശേഷത്തിലും എല്ലാം പരാമർശിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ഞാൻ നല്ല ഇടയനാകുന്നു, അല്ലെ? അപ്പോൾ നല്ല ഇടയൻ എന്നുള്ള അർത്ഥത്തിൽ കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ തനിക്ക് പിതാവായ ദൈവം നൽകിയതായ ആ ശിഷ്യഗണത്തെ, തന്നെ അനുഗമിക്കുന്നവരെ ചേർത്ത് നിർത്തി കർത്താവ് യേശുക്രിസ്തു അവർക്ക് ഇടയ പരിപാലനം കൊടുത്തു. ഈ ഇടയ പരിപാലനത്തിൽ തന്നെ അതിന്റെ ആത്മീയ ശുശ്രൂഷ എന്ന് പറയുന്നത് ഈ ഉപദേഷ്ടക്കന്മാർ എന്നുള്ളതായ ശുശ്രൂഷയാണ്. അതായത് ഉപദേശം നൽകുക, ടീച്ചിങ് എന്നുള്ളതായ ശുശ്രൂഷയാണ്. അതുകൊണ്ട് ഈ ഇടയ പരിപാലനവും ടീച്ചിങ്ങും തമ്മിൽ നല്ല ബന്ധമുണ്ട്. ഇടയന്മാർ അവരുടെ പഠിപ്പിക്കലുകൾ കൂടിയാണ് അവർ ജനത്തെ നയിക്കുന്നത്. ഇടയന്റെ കോലും വടിയും എന്നുള്ള ആ വിഷയങ്ങളും നമുക്കറിയാമല്ലോ. ഒരു ഇടയൻ തന്റെ കോലോടും തന്റെ വടിയോടും കൂടിയാണ് ആടുകളെ നയിക്കുന്നത് പോലെ ഒരു ഇടയൻ തന്റെ കീഴിലുള്ള ആളുകളെ, വിശ്വസിക്കുന്നവരെ, ആടുകളെ താൻ നയിക്കുന്നത് ഈ പഠിപ്പിക്കലുകൾ കൂടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ അവസാനത്തെ 2 ഓഫീസ്, അവസാനത്തെ 2 ശുശ്രൂഷ വിഭാഗങ്ങളെ നമ്മൾ ഒന്നാക്കി പറയുന്നത് ഇടയന്മാരും ഉപദേഷ്ടാക്കന്മാരും. അതുകൊണ്ട് ഈ ഒരു കാര്യം നമ്മൾ ഒരിക്കലും മറന്നുപോകരുത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് അതിന്റെ ആദ്യത്തെ ഓഫീസാണ് അപ്പോസ്തലന്മാർ എന്നുള്ളതായ വിഷയം. ആ വിഷയത്തെക്കുറിച്ച് നമുക്ക് അല്പമായി സംസാരിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആരാണ് അപ്പോസ്തലന്മാർ? നമ്മൾ വളരെ സുവ്യക്തമായി കണ്ടു, ഈ അപ്പോസ്തലന്മാരെ നിയമിച്ചത് കർത്താവ് യേശുക്രിസ്തുവാണ്. ഇന്നും അപ്പോസ്തലന്മാരെ നിയമിക്കുന്നത് കർത്താവ് യേശുക്രിസ്തു തന്നെയാണ്. അതിനർത്ഥം
നമുക്കാർക്കും തന്നെ സ്വയം അവകാശപ്പെടാൻ കഴിയില്ല ഞാൻ അപ്പോസ്തലനാണെന്ന്. ചില ആളുകൾ തങ്ങളുടെ പേരിന്റെ കൂട്ടത്തിൽ അപ്പോസ്റ്റൽ എന്ന് വെക്കാറുണ്ട്. അവർക്ക് കർത്താവ് യേശുക്രിസ്തു കൊടുത്ത നിയമനമാണോ അവർ സ്വയം ഏറ്റെടുത്തതാണെന്നോ നമുക്കറിയില്ല. പക്ഷേ അങ്ങനെ സ്വയം ഒരാൾ ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ തെറ്റാണ് എന്നുള്ള വസ്തുതയാണ് എനിക്ക് നിങ്ങളോട് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയാനുള്ളത്. അപ്പോസ്തലൻ എന്ന വാക്കിന്റെ അർത്ഥം ഐക്യപ്പെട്ടവൻ, ദൈവത്താൽ ഐക്യപ്പെട്ടവൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഇനി വളരെ ശ്രദ്ധേയമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഈ അപ്പോസ്തലന്മാർ അതുപോലെ പ്രവാചകന്മാർ എന്നീ വളരെ പ്രധാനപ്പെട്ട ആത്മീക ചിന്തകൾ, ഈ ഓഫീസുകൾ, ഈ ആദ്യത്തെ രണ്ട് ശുശ്രൂഷ വിഭാഗങ്ങൾ അഥവാ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും, ഈ അടിസ്ഥാനത്തിന്മേലാണ് കർത്താവ് യേശുക്രിസ്തു തന്റെ സഭയെ പണിതിരിക്കുന്നത്. ആദ്യം കർത്താവ് യേശുക്രിസ്തു മൂലക്കല്ലായി, അതിനോട് ചേർന്ന് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്നുള്ളതായ അടിസ്ഥാനത്തിന്മേലാണ് കർത്താവ് തന്റെ സഭയെ പണിതിരിക്കുന്നത്. അതിനർത്ഥം എന്താണ്? ഈ പറയുന്ന വാക്യത്തിന്റെ അർത്ഥം എന്താണ്? കർത്താവ് യേശുക്രിസ്തു തെരഞ്ഞെടുത്തതായ തന്റെ ആദ്യത്തെ അപ്പോസ്തല ഗണം, അവരാണ് യഥാർത്ഥത്തിൽ വളരെ അതോറിറ്റേറ്റീവായിട്ടുള്ള അപ്പോസ്തലിക ഗണം എന്ന് പറയുന്നത്. അവരുടെ മേലാണ് കർത്താവ് പുതിയ നിയമസഭയുടെ സ്ഥാപനം നിർവഹിച്ചിരിക്കുന്നത്, ആ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുടെ മേലും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അന്നത്തെ പ്രവാചകന്മാർ, അന്നത്തെ അപ്പോസ്തലന്മാർ, അവർ അടിസ്ഥാനം ഇട്ടവരായ അപ്പോസ്തലന്മാരാണ്. അതിനർത്ഥം ഇന്ന് ഏതെങ്കിലും വ്യക്തിയെ കർത്താവ് അപ്പോസ്തലനായി വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ ആദ്യകാലത്തുള്ള അപ്പോസ്തലന്മാരുടെ പഠിപ്പിക്കലുകളുടെ മുകളിലാണ് അവരുടെ സ്ഥാനം എന്ന് പറയുന്നത്. അതിനർത്ഥം അവർ പഠിപ്പിച്ചതിൽ നിന്നും വ്യത്യസ്തമായി പഠിപ്പിക്കുവാൻ ലോകത്തിൽ ഒരു അപ്പോസ്തലൻ എന്ന് വിളിക്കുന്നയാൾക്കും കഴിയത്തില്ല. അവരിൽ നിന്നും വ്യത്യസ്തമായി പ്രവചിക്കുവാൻ ലോകത്തിലെ ഒരാൾക്ക് പോലും കഴിയത്തില്ല. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ യേശുക്രിസ്തുവിനെ നമ്മൾ അഡ്രസ് ചെയ്തത് അവൻ ശ്രേഷ്ഠ മഹാപുരോഹിതനെന്നും, അതേപോലെ തന്നെ ഹെബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനെന്നും. അപ്പോൾ കർത്താവ് യേശുക്രിസ്തുവിൽ ഈ ഗുണങ്ങളെല്ലാം തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് കർത്താവ് യേശുക്രിസ്തു എങ്ങനെയാണ് അവൻ പഠിപ്പിച്ചതെന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം. യേശു എപ്പോഴും തൻ്റെ മുമ്പിൽ കടന്നു വരുന്ന ആളുകളെ പഠിപ്പിച്ചത് പഴയ നിയമത്തിൽ നിന്നും, അതേപോലെ തന്നെ പുതിയ നിയമത്തിൽ ദൈവം സ്ഥാപിക്കാൻ പോകുന്ന ആ ഉപദേശങ്ങളെ, അതിനെ ഒക്കെയും പരാമർശിച്ചാണ് കർത്താവ് യേശുക്രിസ്തു പഠിപ്പിച്ചത്. അതിൻ്റെ അർത്ഥം ഇന്ന് നമുക്ക് പഠിപ്പിക്കാനുള്ളത്, ഇന്ന് നമുക്ക് പറയാനുള്ളത്, ഇന്ന് നമുക്ക് പ്രതിനിധീകരിക്കുവാനുള്ളത് ഈ അപ്പോസ്തലന്മാർ അഥവാ ആദ്യകാലത്ത് കർത്താവ് യേശുക്രിസ്തുവിനാൽ നിയോഗിക്കപ്പെട്ട അപ്പോസ്തലന്മാർ പഠിപ്പിച്ചത്, പ്രവാചകന്മാർ പ്രവചിച്ചത്, കർത്താവ് യേശു താനും നമ്മെ പഠിപ്പിച്ചത്, അതിനെല്ലാം അടിസ്ഥാനപ്പെടുത്തി പ്രസംഗിക്കുവാനോ പഠിപ്പിക്കുവാനോ പ്രവചിക്കുവാനോ സുവിശേഷം പറയുവാനോ നമുക്ക് സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിന്റെ ആധികാരികതയാണ് ഈ വാക്യങ്ങളിലൂടെ എല്ലാം നമുക്ക് വെളിപ്പെട്ടു വരുന്നത്. ഇന്ന് ഈ വചനത്തിന് മുമ്പാകെ നമുക്ക് നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാം. ഇന്ന് ദൈവം തൻ്റെ കൃപാവരങ്ങളാൽ നമ്മെ നിറയ്ക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഏവരും ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കേണ്ടവരും ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശുശ്രൂഷിക്കേണ്ടവരും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടേണ്ടവരുമാണ്. അതിനായിട്ടുള്ളൊരു സമർപ്പണത്തിലേക്ക് നമുക്ക് ഏവർക്കും കടന്നു വരാൻ കഴിയുമാറാകട്ടെ. എന്നാൽ അതോടൊപ്പം തന്നെ ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ആ കൃപയിലേക്ക്, യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവും ദൈവമായി സ്വീകരിക്കാതെ ദൈവസഭയ്ക്ക് വെളി നിൽക്കുന്ന ആളുകളാണെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു, ഈ രക്ഷ നിങ്ങൾ അനുഭവിക്കുവാനും അതുവഴി കർത്താവ് യേശുക്രിസ്തു തൻ്റെ നിർണയങ്ങൾ വെളിപ്പെടുത്തുന്ന ദൈവസഭയുടെ ഭാഗമായി തീരുവാനും അതിനായിട്ടുള്ള സമർപ്പണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സ്വർഗ്ഗപിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. കർത്താവേ, ദൈവം ഞങ്ങളെ വിളിച്ചതായ വിളിയെക്കുറിച്ച്, കർത്താവ് യേശുക്രിസ്തു സ്ഥാപിച്ചതായ സഭയുടെ അടിസ്ഥാനം എന്താണ് എന്നുള്ള വിഷയത്തെക്കുറിച്ചും ഞങ്ങൾക്കിന്ന് കേൾക്കുവാൻ തക്കൊണ്ടിടയായി തീർന്നല്ലോ. കർത്താവ്, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ ഓരോരുത്തരും ഈ സഭയുടെ ഭാഗമായി തീരുവാൻ, ജീവനുള്ള കല്ലുകൾ എന്ന പോലെ അപ്പോസ്തലനായ പത്രോസ് പറയുന്നത് പോലെ ആയിത്തീരുവാൻ നീ ഓരോരുത്തരും സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു ആൾ.